ശരി, ഇപ്പൊ എവിടെത്തി? അങ്ങനെ ഈ കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ മക്കത്തിൽ നിന്ന് കാണുന്നതാണ്. അള്ളാഹു തൗഫീഖ് ഖദീജ ബീവിയുടെ അടുത്ത് നിന്ന് ഉയർന്ന് നമ്മൾ പിരിയും. അതൊക്കെ അതിൽ നടക്കും. പിന്നെ നമുക്ക് ആയിഷ പള്ളിയിൽ പോയി നടക്കും. ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് കാണണോ വേണ്ടേ? കാണണമെങ്കിൽ ഉള്ള സ്ഥലങ്ങൾ പറഞ്ഞുതരാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരാൾക്ക് 163 റുപ്യയുടെ ചെലവാക്കി ഇത് മൊത്തം കാഴ്ച കൊടുക്കണം. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ, ആവശ്യം ഉണ്ടെങ്കിൽ നേരത്തെ ആവശ്യമുണ്ട്, വേണ്ടെങ്കിൽ വേണ്ട തീരുമാനിച്ചാൽ നമ്മളെപ്പോഴും പോണതാണ്. നമുക്ക് രണ്ടു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ഒന്ന് ത്വായിഫ് ഒരു നീണ്ട യാത്രയാണ്. അല്ലാഹു നമുക്ക് പോകാൻ തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ റസൂൽ ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ച സ്ഥലം, അല്ലാഹുവിന്റെ ഹബീബിനെ ആ ഏറുകൊണ്ട ആ സ്ഥലം വരെ അവിടെ ഇന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അവിടെയുള്ള ഒരു പ്രത്യേക വീടുണ്ട്, അവിടെ പ്രത്യേക റസൂൽ നിസ്കരിച്ച പള്ളിയുണ്ട്, മസ്ജിദിൽ പോയുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ സന്ദർശിച്ചു വരുമ്പോ വേറെ തങ്ങൾ വിഷമിച്ചിട്ട് ഏറ് കിട്ടിയിട്ട് ഓടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് ഓടുകയാണ്. അപ്പൊ ഒരു ജൂത പെണ്ണ് വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുകളിലേക്ക് വേസ്റ്റിടാൻ കല്ലുകൊണ്ട് ഏറുകയാണ്. ഭക്ഷണം കഴിക്കുമ്പോ കയ്യുമ്പോ കേറുകയാണ്. ആ ഭക്ഷണം കയറൊക്കെ നേരത്തേക്ക് വീണ് പോവുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ടെൻഷനായി അദ്ദാസ് പള്ളിയിൽ എത്തുകയാണ്. ത്വായിഫിലെ അദ്ദാസ് എന്ന് പറയുന്ന ഒരു പള്ളിയുണ്ട്, ഇന്നും നമുക്ക് അവിടെ കാണാം. എന്താണ് ആ പള്ളിയുടെ ചരിത്രം? അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ ഏറുകൊണ്ട് വിഷമിച്ച് ആ ത്വായിഫിൽ അവരെത്തിയ ആ ഘട്ടത്തിൽ ശത്രുക്കളിൽപ്പെട്ട ഒരാള് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. റബിയ ഇത് കാണുന്നുണ്ട്. അവരുടെ മക്കള്, റബിയയുടെ മക്കൾ ഉത്ബ ഇത് കാണുന്നുണ്ട്. അവരിങ്ങനെ സംഗതി എന്താണെങ്കിലും കാവല് എന്തെങ്കിലും തിന്നോട്ടെ എന്ന് വിചാരിച്ചു. ഏറ് കിട്ടി ഭ്രാന്തന്മാരെ കൊണ്ട് തൂക്കി വിളിച്ച് ആക്കി ഒളിപ്പിച്ച ഘട്ടത്തിൽ അതാ മുന്തിരിക്കൊല കൊടുത്തയക്കാൻ അദ്ദാസ് എന്ന് പറയുന്ന ആളായിട്ടാണ്. അയാൾ ചെന്നു. അയാളോട് നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. ഞാൻ അദ്ദാസാണ്. നിങ്ങൾ ഏത് നാട്ടുകാരനാണ്? ഞാൻ ഈനവ എന്ന് പറയുന്ന നാട്ടുകാരൻ. എനിക്കറിയാം ആ സ്ഥലം, യൂനുസ് നബിയുടെ നാടല്ലേ എന്ന് റസൂൽ ചോദിക്കാൻ. ഈ മുന്തിരിക്കൊല കിട്ടിയപ്പോ ബിസ്മി ജല്ലിയിലേക്കാണ്, അതുവരെ ഏറ് കിട്ടിയിട്ട് ഓടി വന്നതാണ്. ആ വിശപ്പില് മുന്തിരി ഇങ്ങനെ കഴിക്കുമ്പോഴും ബിസ്മി ജല്ല ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് കേട്ടപ്പോൾ ആൾ കരുതുന്നു നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിക്കുക. ഞാൻ അല്ലാഹുവിന്റെ പ്രവാചകനാണ്, ഞാൻ ഉച്ചരിച്ചത് ദൈവിക വചനമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എങ്ങനെ എന്റെ നാടറിയുന്നു, നിങ്ങൾ എന്റെ യൂനുസ് നബി അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ എന്റെ സഹോദരൻ യൂനുസ് നബിയുടെ നാടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ മുസ്ലിമായി. അങ്ങനെ റസൂലുള്ളാഹിനെ ആദ്യമായിട്ട് അവിടെ ത്വായിഫിൽ സ്വീകരിച്ച ആദ്യത്തെ മുസ്ലിമാരാണ് അദ്ദാസ്. അവിടെ നിന്നൊരു പള്ളിയുണ്ട്, ആ ഓട്ടോ അങ്ങനെ തന്നെ നമുക്കത് കാണാൻ തോന്നിക്കുകയാണ്. മനസ്സിലായില്ലേ? അതാണ് ത്വായിഫ്. കർമ്മൽ മനാസിലുണ്ട്. റസൂലുള്ളാഹിന്റെ എളാപ്പാന്റെ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് ഉണ്ടാക്കിയ വലിയ അവരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ പള്ളിയുണ്ട് എന്നത് വലിയൊരു പള്ളിയാണ്. ത്വായിഫിൽ ഒരുപാട് കാഴ്ചകൾ, നല്ല അത്തിപ്പയൊക്കെ വാങ്ങാൻ, നല്ല കേരളത്തിന്റെ മറ്റുള്ള പല ഫലങ്ങളും ഉണ്ടാകുന്ന ഒരേ ഒരു സ്ഥലം. അതിന് ഖുർആൻ കാരണം പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയുടെ ദുആ കൊണ്ടാണ്. സൗദി അറേബ്യയിലൊക്കെ മൊട്ട കുന്നുകളും കരിമ്പാറകളും ആണല്ലോ. ഇവിടെ നല്ല പച്ചക്കറികളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അതെന്ത് അങ്ങനെ ആയത്? അതിനും പണ്ഡിതന്മാര് കാരണം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ ദുആ അങ്ങനെ. അത് കഴിഞ്ഞ് കർമ്മൽ മനാസിൽ. അതുപോലെ തന്നെ കേരളത്തിൽ ഒരു വലിയ മഹാനുണ്ട്, വെളിയങ്കോട് കിടക്കുന്നത്. ഉമർ ഖാദി ഉണ്ടാക്കിയ ഒരു പള്ളിയുണ്ട് ത്വായിഫിൽ. അങ്ങനെ അവിടെ പള്ളി ഉണ്ടാക്കി. അതായത് പഴയ കാലത്ത് അറബികൾക്ക് ഒന്നും ഉണ്ടായില്ല. ഈ എണ്ണ കണ്ടുപിടിച്ചിട്ടാണ് അവരെ കയ്യിൽ പൈസ ഉണ്ടായത്. ഇപ്പോ അവിടുന്ന് പൈസ കൊടുത്തിട്ട് ഉസ്താദന്മാർ ഇവിടെ പള്ളി ഉണ്ടാക്കുക. അന്ന് അങ്ങനെയല്ല. ഇവിടുത്തെ നമ്മളടുത്തുനിന്ന് തിരിച്ചിട്ട് അവിടെ കൊണ്ടുപോയി പള്ളി ഉണ്ടാക്കിയ കാലാണ്. അപ്പൊ ആ പള്ളി ഉണ്ട് അവിടെ. കുറെ ആളുകൾക്ക് അറിയാം ആ പള്ളിന്റെ പേരെന്നെ ഇന്ത്യക്കാരെ പള്ളിയിലാണ്. മസ്ജിദുൽ ഹുനൂദ് എന്നാണ് അല്ലേ, ഇന്ത്യക്കാരുടെ പള്ളി. അങ്ങനെ ഇന്ത്യക്കാരുടെ പള്ളിയിൽ സൗദിയിൽ പേരൊന്ന് ഇന്ത്യക്കാരനായ കേരളക്കാരനായ മലപ്പുറം ജില്ലക്കാരനായ വെളിയങ്കോട് ഉമർഖാദി ഉണ്ടാക്കിയതാണ്. അവരല്ലേ റൗദയുടെ പൂട്ട് തുറപ്പിച്ചത് പാടിയിട്ട്. പോലീസുകാർ തുറക്കുന്നില്ല. റസൂലുള്ളാഹിന്റെ മദ്ഹ് അങ്ങനെ പാടിയിട്ട് ആ കവാടത്തെ അല്ലാഹു പൊട്ടിപ്പിച്ചു കൊടുത്തു. അതിന്റെ ഉള്ളിലേക്ക് കയറാൻ അവസരം കിട്ടിയ മഹാനായ ഉമർഖാദി ഇന്ന് സൗദി അറേബ്യയിൽ യാത്ര ചെയ്യുമ്പോൾ ഉമർഖാദിയിൽ കാണാം. ഉമർഖാദി റളിയല്ലാഹു അൻഹു പേരിലുള്ള റോഡ് എവിടെ? സൗദിയിൽ. നമ്മുടെ മലപ്പുറത്തുകാരനായ ഉമർഖാദിന്റെ പേരിലുള്ള റോഡ് എവിടെ? സൗദി അറേബ്യയിൽ. അവരുണ്ടാക്കിയ പള്ളി സൗദി അറേബ്യയിലുണ്ട് എന്നാ പറഞ്ഞത്. അത് കാണണമെങ്കിൽ നമ്മൾ ഒഴിഞ്ഞു പോകേണ്ടി വരും. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഹുദൈബിയ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ബൈഅത്തുൽ റിദ്വാൻ എന്ന സംഭവം നടന്നതും ഹുദൈബിയ സന്ധി നടന്നതും ഒക്കെ അവിടെയാണ്. പോകണോ? നമുക്ക് ഒരു ദിവസം അവിടേക്കും പോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ.
അങ്ങനെ അവിടെ പോകുന്നു. പിന്നെ എല്ലാവർക്കും പിന്നെ എല്ലാവർക്കും ഉള്ളൊരു വിഷയം, ജിദ്ദയിൽ കുറെ ആളുകളുണ്ട്. ഒന്ന് ജിദ്ദിക്ക് അങ്ങോട്ട് പോവാണെങ്കിൽ 20-25 ഒരു ടാക്സിക്കാർ വേണം. അതേ പൈസ ഇങ്ങോട്ടും കൊടുക്കുക. എന്നാൽ തന്നെ അവര് എവിടെയാണ് കൊണ്ട് ഇറക്കുക? ബാബു മക്കിയിലാണ്. അവിടുന്ന് വലതി കൊണ്ടുവരുണ്ടാവും, അങ്ങോട്ട് കൊണ്ടുവരുണ്ടാവും, ഇങ്ങോട്ട് കൊണ്ടുവരുണ്ടാവും. പല സ്ഥലത്ത് ഒരു 100 റിയാലെങ്കിലും ജിദ്ദി പോയി വരുമ്പോഴേക്കും ഓരോരുത്തർക്ക് ചെലവാകാണ്. അപ്പൊ ഒരു 30 റിയാല് നമ്മൾ ചെലവാക്കി ഒന്നിച്ചു പോകുന്നു. പോവുകയാണെങ്കിൽ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയുടെ മഖബറ സിയാറത്ത് ചെയ്യുന്നു. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഹവ്വാ ബീബി എവിടെയുള്ളത്? ജിദ്ദിയിലാണ്. ജിദ്ദയുടെ അർത്ഥം എന്താ? വല്യമ്മാണ്. വല്യമ്മാന്റെ നാടാണത്. അപ്പൊ അവിടെ പോയിട്ട് കാണണമെങ്കിൽ കാണാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അത് നിങ്ങളാ പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നത്. നമ്മൾ പിന്നീട് എന്ത് ചെയ്യുന്നത്? ആ സ്ഥലത്ത് പൈസ വാങ്ങിയെന്ന് ചോദിക്കരുത്. ഞാനല്ല, നമ്മളൊരു ബസ് വിളിക്കണം, ബസ്സിന് കൊടുക്കാനുള്ള ക്യാഷുകൾ നമ്മൾ എടുത്തിട്ട് ഈ സ്ഥലങ്ങളൊക്കെ അപ്പൊ ജിദ്ദയിൽ വലിയൊരു യാത്ര, ത്വായിഫിലേക്ക് ഒരു യാത്ര, നല്ല ക്യാഷ് കൊടുത്തിട്ട് ഹുദൈബിയയിലേക്ക് ഒരു യാത്ര, ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ചെയ്യാവുന്ന യാത്രകളാണ്. നമ്മൾ വീണ്ടും ഐഷ പള്ളിയിൽ പോകുന്നു, രണ്ടാമതും പോകുന്നു, 3 വട്ടമൊക്കെ പോകുന്ന ആളുകളുണ്ട്, 4 വട്ടം പോകുന്ന ആളുകളുണ്ട് ചില യാത്രയിൽ. അപ്പൊ അവിടെയൊക്കെ പോകുമ്പോ അതിനൊക്കെ ക്യാഷുകൾ മാറ്റി വെക്കുക. സംസം വാങ്ങാനുള്ള ക്യാഷ് മാറ്റി വെക്കുക, ഈത്തപ്പഴം വാങ്ങാനുള്ള ക്യാഷ് മാറ്റി വെക്കുക. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. 150ഓളം റിയാൽ, 163 രൂപ, 53-63 എന്നുള്ള തോതിൽ പിന്നെയും ഒരു ഉംറക്ക് പോകുന്നു. അതൊക്കെ ഇതിൽ പഠനമെങ്കിൽ നമ്മൾ അതിനുള്ള ക്യാഷ് നേരത്തെ എന്ത് ചെയ്യുക? അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ റിയാല് മാറ്റി അതിനൊരുക്കി വെക്കുക. അപ്പൊ അതിന് പോകുന്നത് ഇന്റെ ഒരു 150 ലെവലിന് ഇന്റെ 150 എല്ലായിടത്തും പോകണം, ഞാനിത് തരുന്നു പറഞ്ഞിട്ട് നമ്മളോട് കൊടുക്കുക. ഇല്ലേ? അത് പറയണതാ. അത് ഏത് സംഘമാണെങ്കിലും 3 ഉംറ ചെയ്യിപ്പിക്കും. ബാക്കിയുള്ള ഉംറകൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കണം. സംസം ആർക്കും എന്ത് ചെയ്യാൻ കഴിയൂല, സ്വന്തമായിട്ട് എടുത്തു പോരാൻ കഴിയൂല, അവർക്ക് ക്യാഷ് കൊടുക്കണം. ഈത്തപ്പഴം അങ്ങനെ തന്നെയാണ്. ഈത്തപ്പഴത്തിൽ കൊടുവിലോട്ട് ഞാൻ 150 10 കിലോ ഈത്തപ്പഴം തരുന്നത് വരട്ടെ, 10 കിലോ തന്നെ വേണം 150 ചുരുങ്ങിയത്. അപ്പൊ അങ്ങനെയുള്ള യാത്രകൾ വേണം തുറന്ന് പറയുന്നത്. ആവശ്യമെങ്കിൽ അതൊക്കെ ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഒരാള് പോകുമ്പോ 150 റിയാൽ നമുക്ക് അതിനെന്ത് ചെയ്യേണ്ടി വരും? ഈ പറഞ്ഞ എല്ലാ സ്ഥലവും പോകാം. ഇതിന് പുറമെ മക്കയിലുള്ള ആളുകൾക്ക് എന്താണെന്നറിയോ, ഇത് ഒന്നിച്ചു പറയല്ലാതെ അവിടുന്ന് ചെന്നാൽ നമ്മളിങ്ങനെ ഇടങ്ങാറാവും. ഇനി എന്താ സ്ഥലം? മക്കത്ത് 10 ദിവസം നമുക്ക് ഭക്ഷണം വിളമ്പി തന്ന ആളുകളുണ്ട്. അവർക്ക് പോകുമ്പോ നമ്മൾ 5 രൂപ കൊടുക്കും. അപ്പോഴും നമ്മൾ അത് ചോദിക്കണം. ത്വായിഫിക്ക് പോകുമ്പോ അതും ചോദിക്കണം, ഹുദൈബിയക്ക് പോകുമ്പോ അതും ചോദിക്കണം. അപ്പൊ ഉസ്താദ്, ഞാൻ ഇപ്പൊ എന്റെ ഒരു അവസ്ഥ പറഞ്ഞാൽ ഞാൻ പൊതുവെ 2-3 സ്ഥാപനങ്ങളിലും ഓരോരുത്തർ പ്രസിഡന്റ്, ഓരോരുത്തർ സെക്രട്ടറി. ഞാൻ ഈ 10 ദിവസം പറഞ്ഞ 15 ദിവസം എനിക്ക് സുഖമുള്ള ദിവസം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കി തരാം. 15 ദിവസം എന്ന് പറഞ്ഞാൽ ഒന്ന് ഫ്രീ ആയ ദിവസമാണ്. ഇനി അതിലും പിന്നെ എന്ത് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഏതായാലും അൽഹംദുലില്ലാഹ് പോകാവുന്ന സ്ഥലങ്ങളും സന്ദർശിക്കാവുന്ന സ്ഥലങ്ങളും ചെയ്യാവുന്ന ഫർളായ ആരാധനയുടെ രീതിയും നമ്മളിപ്പോ പഠിക്കുക എന്നുള്ളതാണ് 3ാമത്തെ സുന്നത്ത്. അപ്പൊ ഒരാളിങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങള്, അതിപ്പോ 3 പറഞ്ഞപ്പോ അതിന് എത്ര സമയം, അപ്പൊ ഇനിയിപ്പോ 10 ചെയ്യുമ്പോഴേക്കും കുറ്റം കൂടും. അങ്ങനെ ചിന്തിക്കരുത് നിങ്ങൾ. ഇനി കഴിഞ്ഞു, ഇനി എളുപ്പം. 4ാമത്തെ നല്ല നിയ്യത്തുണ്ടാവുക. ഞാൻ പറഞ്ഞത് നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഇല്ലേ? 3 കഴിഞ്ഞു. 3ാമത്തത് ചെയ്യാൻ പോകുന്ന ഉംറ എന്ന ആരാധനയെ കുറിച്ചും സന്ദർശിക്കാൻ പോകുന്ന സ്ഥലങ്ങളെ കുറിച്ചും നമുക്ക് പോകാം. മദീനത്തുണ്ട് ഇതുപോലെ. നമുക്ക് പോകുമ്പോ ബദർ കാണണ്ടേ? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ബദരീങ്ങളുടെ അടുത്ത് പോകണ്ടേ? പോകണം. നമ്മുടെ നേതാക്കളാണ്. ഉഹദ് കാണണം. ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് പോകണ്ടേ? അവിടെ ഒരു പർവ്വതമുണ്ട്, സ്വർഗത്തിലുള്ള പർവ്വതമാണ് ഉഹദ്. നമുക്ക് കാണണ്ടേ? ഖന്തക്ക് കാണണ്ടേ? അവിടെ ഒക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങളെ കൊണ്ടുപോകും. ആ പോകുന്ന സ്ഥലങ്ങൾ ഒക്കെ നമ്മുടെ നേരത്തെ പറഞ്ഞതിൽ ഉൾക്കൊള്ളുന്നു. അതേസമയം ഈ പിന്നീട് പോകുന്ന സ്ഥലങ്ങൾക്ക് മാത്രം അധികം ഉംറ ചെയ്യുന്നതിനൊക്കെയുള്ളത് നമ്മൾ കരുതി വെക്കുന്നു, ക്യാഷ് കരുതണം എന്നർത്ഥം. ഇൻഷാ അല്ലാഹ്. ഇനി നമുക്ക് 4ാമത്തെ സുന്നത്തിലേക്കാണ്. 4ാമത്തത് നല്ല നിയ്യത്ത് ഉണ്ടാകുന്നത്. ക്ഷീണമുണ്ടോ നിങ്ങൾക്ക്? ഞാൻ വേദന ഇല്ലേ? 4ാമത്തെ സുന്നത്ത് നല്ല നിയ്യത്ത് ഉണ്ടാകും. ഇപ്പൊ ഉംറക്ക് ഒരു സത്യത്തിൽ പറയുകയാണെങ്കിൽ ഒരു ടൂറായിരിക്കണം. ഉംറ ഒരു ടൂറായി മാറിയ കാലാണ് അല്ലെ? എവിടെ എല്ലായിടം പോയി, ഊട്ടിയും കൊടൈക്കനാലും അവിടെ ഇവിടെയൊക്കെ പോയി, മക്കത്തൊന്നും പോയി വെക്കുക. ആ യാത്രയാണ് ഇതോട്ടെ. ആ 76,000 കൊടുക്കണത് കണ്ണോട്ടന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് കൂടി കുത്തിരിക്കുക. ആ യാത്രയുടെ കാര്യമല്ല. നിയ്യത്ത് നന്നാക്കണം, നിർബന്ധമാണ്.
അപ്പുറപ്പുറമൊക്കെ പോയി ഇവിടെയൊന്നും പോവുക. അപ്പുറത്തും ഇപ്പുറത്തുള്ളവരൊക്കെ പെയ്ക്കുന്നത് മാത്രമല്ല, ഓർക്ക് നമ്മളെക്കാളൊക്കെ പൈസ കുറവുള്ള ആൾക്കാരാണ്. അയൽവക്കത്തുള്ളവരോടിനേക്കാളും പൈസയിൽ വളരെ കുറവുള്ള. എന്നിട്ട് ഓളും ഇവിടെ പോയി. ഇനി ഞാൻ പോയിട്ടില്ലെങ്കിൽ നാട്ടുകാര് പറയില്ലേ. അപ്പൊ ഉമ്ര എന്തിനാ നാട്ടുകാര് പറയില്ലേ എന്ന് പോയി. നാട്ടുകാര് പറഞ്ഞ നമ്മളെ ഉമ്ര അല്ല, അതിന് റിയാദ് എന്നാ പറയാം. ലോകമായി അള്ളാഹു കാത്തിരക്ഷ. ഇത് അതിനല്ലത് എല്ലാരും കേട്ടോളൂ. ഇത് എന്തിനാണെന്നറിയോ? അതിൽ ഉംറത്തും ഇല്ല ഉംറത്തി കഫാറത്തുൽ ലിമാ ബൈന. ഒരു ഉംറ ചെയ്താൽ എല്ലാ പാപങ്ങളും അല്ലാഹു പൂർത്തി നമ്മളെ ഒരു സംശുദ്ധനായ വ്യക്തിയാക്കി മാറ്റുക. അങ്ങനെ ആകണോ? അതിനാണ് നമ്മുടെ ഉംറ. അല്ലാഹു നമ്മുടെ ഉംറ അങ്ങനെ ആക്കി. ഈ പെണ്ണുങ്ങളെ കുറെ രസമുണ്ട്. ഉംറ കഴിഞ്ഞ് വന്നാലും 6 മാസം കഴിഞ്ഞാലും ഓല ഹജറുൽ അസ്വദ് മുത്തിയ കാദ്യം എടുക്കൂ. ഞാനങ്ങോട്ട് പോയിട്ടേ, ഞാനങ്ങോട്ട് തിരക്കിയിട്ടേ, ഞാനങ്ങോട്ട് മറിഞ്ഞിട്ടേ, ഞാനങ്ങോട്ട് മുത്തിയിട്ട് 5 മിനിറ്റ് മുത്താൻ ടൈം കിട്ടിയത്. 5 മിനിറ്റ് പോയിട്ട് ഒരു സെക്കൻഡ് നേരത്തെ മുത്താൻ കിട്ടൂല. അങ്ങനത്തെ സ്ഥലമാണ്. ഇവിടെ എന്നെ പറയുള്ളൂ. അപ്പൊ അങ്ങനെ ആൾക്കാരുടെ ഇടയിൽ കൂടി പറയാനാണെങ്കിൽ നിങ്ങളൊക്കെ ചെയ്തോളൂ. ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ പോകണം. നമ്മൾ അങ്ങനെ ആകരുത് എന്നാ ഞാൻ പറഞ്ഞു അല്ലെ. അപ്പൊ നീയത്ത് നന്നാക്കണം. ടൂറല്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്താനല്ല. നമ്മളെ ഉംറ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യം. ഉംറ കഴിഞ്ഞു വരുന്ന ഒരാള് ഇപ്പൊ പ്രസവിച്ച ഉമ്മയെ പോലെ, കുട്ടിയെ പോലെയാണ്. അപ്പൊ ഒരു ഹജ്ജുമ, ഉംറ കഴിഞ്ഞു വരുന്ന ചെറിയ ഹജ്ജിന്റെ ഹജ്ജുമ, ഒരു ഉംറ കഴിഞ്ഞു വരുന്ന ചെറിയ ഹാജി, അയാൾ ഇപ്പൊ പ്രസവിച്ച കുഞ്ഞിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും ഉണ്ടാവില്ല. അങ്ങനെയാണ് അള്ളാന്റെ റസൂൽ പറഞ്ഞല്ലേ. അങ്ങനത്തെ ഉംറയായിട്ട് നമ്മുടെ ഉംറ മാറണ്ടേ. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിന് നല്ല നിയ്യത്ത് വേണം. 4, 5 നല്ല കൂട്ടുകാരി നമ്മളെ കൂടെ വേണം. നേരത്തെ പറഞ്ഞില്ലേ, നല്ല കൂട്ടുകാര്. നല്ല സുഖാണ് AC-യിൽ ഇങ്ങനെ കിടക്കുക. അതിന് പങ്കിട്ട് പോകണം. ഇവിടെ AC വാങ്ങി 10-30,000 കൊടുത്ത AC വാങ്ങി ഇവിടെ കൂടിയാ പോലെ. അതിന് 86,000 കൊടുത്തിട്ടാണ് പോണോ? ഫുള്ള് AC-യിൽ അങ്ങനെ കിടക്കുക. 37 പുറത്തേക്ക് തന്നെ ഇറങ്ങണില്ല. അങ്ങനത്തെ ഒരാളുണ്ടെങ്കിൽ കോരികളെ നമ്മൾ ജമാഅത്തിന് പോവുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? എന്താണ് ശരിയാക്കുക? നമുക്ക് അങ്ങനെ കൊണ്ടാകാൻ ഒരു കൂട്ടുകാരൻ വേണ്ടേ? അതിനാണ് നല്ല കൂട്ടുകാരി എന്ന് പറയുന്നത്. നല്ല കൂട്ടുകാരി ഇത് ഉറങ്ങി അടുത്തത്. അതിനെങ്ങനെ ഉറങ്ങാനാണ് അവിടെ പോണം. കുറച്ച് പുറത്ത് വെച്ചിട്ട് വിവാദത്ത് ചെയ്യണ്ടേ? നമുക്ക് കുറച്ചു നേരം പോയി സലാത്തിൽ ഇരിക്കുക, കാബ കണ്ടിരിക്കുക. കുറച്ചു നേരം എന്ത് ചെയ്യാ? അന്ന് ഇശാക്ക് ജമാഅത്തിന് പോവുക. ഉംറ 11 മണിക്ക് കഴിയും. 12 മണിയൊക്കെ ആവുമ്പോ കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ചോറ് കഴിച്ചിട്ട് എന്ത് ചെയ്യാം? അസ്രക്കേനെ പോരണം. അല്ലെങ്കിൽ ചോറ് കഴിച്ചു കുറച്ചേരം വിശ്രമിച്ചിട്ട് മഗ്‌രിബിക്ക് പോരണം. ഇങ്ങനെ ഒരു മഗ്‌രിബ് വരെ അല്ലെങ്കിൽ ഇശാ വരെ ഇങ്ങനെ ഹറമിൽ കൂടാൻ നമ്മളെ പറ്റിയ കൂട്ടുകാരി കമ്പനികൾ നന്നാവുക. ഇത് ഉംറയുടെ ഒരു പ്രധാനപ്പെട്ട സുന്നത്താണ്. അല്ലാഹു നമ്മളെ ഉംറ അങ്ങനെ ആക്കി തരട്ടെ. എത്രയായത്? 5 എണ്ണായി. 6ാമത്തത് നല്ല സമ്പത്ത് കൊണ്ടാണ് ഉംറക്ക് പോകേണ്ടത്. ഒരു പൊരുത്തല്ലാത്ത മുതല് നമ്മുടെ ഉംറയിൽ കടന്നു വരുന്നത്. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇങ്ങനെയുള്ള അതില് ഒന്നാണ്ട് പുറത്തേക്ക് മാറ്റി കൂത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലമാണ്. അത് വിറ്റിട്ട പൈസ അതോട്ട് ഇവിടെ കാര്യമില്ല. പലിശയുടെ പൈസയാണ്, കാര്യമില്ല. കുടുംബത്തെ ആരെങ്കിലും പറഞ്ഞടങ്ങാറാക്കിയിട്ട് ഞാൻ ഉംറക്ക് പോയിട്ടില്ല, 10,000 റുപ്യ തന്നേ പറ്റുള്ളൂ പറഞ്ഞിട്ട് എടങ്ങാറാക്കി വാങ്ങിയ പൈസ. അതുകൊണ്ടൊന്നും ഉംറക്ക് പോയല്ല. അതില്ല. നമ്മുടെ ഹലാലായ സമ്പത്ത് അല്ലാഹു നമ്മുടെ സമ്പത്തൊക്കെ അങ്ങനെ ആക്കി തരട്ടെ. ആരെയും വേദനിപ്പിച്ചു എടങ്ങാറാക്കിയിട്ടുണ്ടാക്കിയ പൈസ കൊണ്ട് ഉംറക്ക് പോരാൻ പാടില്ല. ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ഇവിടെ പോകുമ്പോ ഒരു മന്ത്രം ചൊല്ലുന്നുണ്ട്. ഏതാണ് ആ മന്ത്രം? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതാണ് ഇബ്രാഹിം നബി വിളിച്ചു, പടച്ചവനെ ഞങ്ങൾ ഇതാ വെടിക്കുത്തരം നൽകി വരുന്നു എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ ചൊല്ലുമ്പോ ഹറമിന്റെ അതിർത്തി ഒരുപാട് വിശാലമായി കിടക്കുന്ന ഹറമിന്റെ അതിർത്തിയുണ്ട്. ആ അതിർത്തിയിൽ മലക്കുകളുണ്ട്. അവര് പറയലോ ലാ ലബ്ബൈക വലാ സഅദൈക. ഇങ്ങോട്ട് വരണ്ട. മാലുക ഹറാം വലിബാസുക ഹറാം. എന്റെ മുതല് ഹറാമാണ്, ധരിച്ച വസ്ത്ര ഹറാമാണ്. എന്തിനാണ് ഉംറക്ക് വരുന്നത്? അല്ലാഹു അത്തരം ഒരവസ്ഥയിൽ നമ്മളെ കാക്കട്ടെ. മലക്കുകൾ പറയുന്നതാണ്, മലക്കുകൾ ശപിക്കുന്നതാണ്. അതേസമയം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് പറഞ്ഞിട്ട് നല്ല പൈസ കൊണ്ട് ഉംറക്ക് ഇങ്ങനെ ചെല്ലുന്ന ആളുകൾ വരുമ്പോ ലബ്ബൈക വസഅദൈക മലക്കുകൾ പറയലോ അത് ലബ്ബൈക വസഅദൈക, സ്വാഗതം, വരൂ എന്ന് മലക്കുകൾ പറയുന്നു. അല്ലാഹു അങ്ങനത്തെ ആളുകളെ നമ്മളെ പഠിപ്പിച്ചു തരട്ടെ. അപ്പൊ എന്ത് മനസ്സിലായി?
ഒരു പൊരുത്തല്ലാത്ത മതിൽ പറ്റൂല. നല്ല സമ്പത്ത് വേണം, നല്ല സമ്പത്ത് വേണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇപ്പൊ പണ്ട് സാക്ഷരതാ ക്ലാസ്സിൽ മാഷ് ചോദിച്ച മാതിരി, സാക്ഷരതാ ക്ലാസ്സിൽ മാഷ് ചോദിച്ചല്ലോ ഒരു തേങ്ങക്ക് 5 രൂപ, 10 തേങ്ങക്ക് എത്രയും വരിക. അപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ കണക്കൂട്ടുണ്ടോ, വേറൊരു മയമാക്കാണെന്നത് അത് അങ്ങനെയാണ് പറയാൻ പറ്റൂല. തേങ്ങയുടെ വലിപ്പം നോക്കിയിട്ടേ പറയാൻ പറ്റുള്ളൂ. മുമ്പ് തേങ്ങ കച്ചവടം ചെയ്യുന്ന ആളാണ്. നമ്മളെ കണക്ക് എടുക്കാൻ പോണത് എവിടെ എത്തിപ്പോ 6 നമ്മൾ ചെയ്യേണ്ടത് ഉംറക്ക് പോകാൻ ഒരുങ്ങിയാൽ, ഇത് ശ്രദ്ധിക്കണം, എല്ലാം ശരിക്കും കേൾക്കണം. ഉംറക്ക് പോകാൻ ഒരുങ്ങിയാൽ പിന്നെ ഉംറ എന്നുള്ള ആലോചന, മക്ക എന്നുള്ള ഒരു ആലോചന, കഅബ എങ്ങനെ മനസ്സിലാക്കാൻ, അല്ലാഹു റസൂലിന്റെ പച്ചക്കൊമ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമ്മളെ മനസ്സിലാക്കാൻ, അതായിക്കണം ഇനി ഉംറക്ക് വരുമ്പോ നമുക്ക് വേണം. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത് എത്രയായാലും പിന്നെ ഉസ്താദ് എന്റെ കച്ചവടം, ഉസ്താദ് എന്റെ പിന്നെ അത് എന്റെ ഇത് ചിന്തിക്കാൻ പാടില്ല, അങ്ങനെയാണ് ഇത് നടക്കൂല. അത് നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റിയിട്ടൊക്കെ വസിയത്ത് ചെയ്ത് ക്ലിയർ ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കുക എന്നുള്ളതാണ് മറ്റൊരു സുന്നത്ത്. മറ്റൊരു സുന്നത്ത് അതങ്ങനെ പറയാൻ കാരണം അറിയോ, കഴിഞ്ഞ ജനുവരിയുടെ നേരത്തെ ജനുവരിയിൽ ഉംറക്ക് പോണ സമയത്ത് ഒരു ഉസ്താദ് പറഞ്ഞു, ഇളയമാക്ക് എന്താ പോരാനൊരു മടിയാണ്. ഇത്ര മടി കാലത്തിനല്ലേ, നല്ല ഉസ്താദെ കുറെ കോഴികളുണ്ട്, കോഴികൾ എന്താ കാട്ടാതെ. ഞാനത് പോയി കാര്യപ്പെട്ടെന്തോന്ന് വിചാരിച്ചു. ആ മുപ്പത്തിയുടെ പ്രശ്നം കോഴികളുണ്ട്, ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് എന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ആയാലും നടക്കൂല. എന്റെ ആ മകന്റെ ചെറുക്കണ്ടല്ലോ, ഓന് രാത്രിയായ എന്റെ അടുത്താണ് കിടക്കല്. ഓന്റെ അമ്മാരിപ്പാടിയിട്ട് ഓന് ഇഷ്ടമല്ല, എന്റെ അടുത്ത് കിടക്കണ കുട്ടിയാണ്. എന്താണ് ഞാൻ ചിരിച്ചതാണ്, ആ പേരക്കുട്ടിനായിട്ട് അവിടെ കുത്തിരിക്കുക, ഈ പണി ആയി പറ്റൂല. അപ്പൊ പേരക്കുട്ടികളെ ആടിനെ കെട്ടാൻ ആരാണ്ടാവുക? ഇതൊക്കെ ഓരോ ഉംറക്കാര് ഇതിങ്ങനെ ഈ പറയണൊന്നും എന്തല്ല ഉണ്ടാക്കി പറയല്ലോ കേട്ടോ, ഒക്കെ മുമ്പ് കഴിഞ്ഞ ഓരോ ആളുകൾ പറഞ്ഞു. കുറെ ആടുകളുണ്ട് ഉസ്താദ്, അതിനെന്തെങ്കിലും പറ്റിയതാണ്, അതിനെ ആലോചിച്ചാൽ ഉറപ്പല്ലേ. അപ്പൊ ആട് കോഴിന്റെ ബിസിനസ്, എന്റെ പേരക്കുട്ടി എന്ന ഈ രൂപത്തിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ട് ഇരുന്നാൽ ഈ സംഗതി തീരൂല. ഒരാളൊക്കെ പാടൊക്കെ ചിന്തയെ വൃത്തിയൊക്കെ കോഴികളൊക്കെ പാടൊക്കെ ചാകി, കോഴിയൊക്കെ എന്താ കിട്ടുക, അതിനൊന്നും പറ്റില്ല. നമ്മളെ മനസ്സിൽ പിന്നെ ഉണ്ടാകേണ്ടത് ഇതൊക്കെ ഒന്ന് ഓർഡർ ആക്കി ജോലി ചെയ്യുന്ന ആള് ജോലിക്ക് പകരം ഏൽപ്പിക്കുക, കച്ചവടത്തിന് എന്ത് ചെയ്യുക ആളെ ഏൽപ്പിക്കുക, കോയിനെ ആടിനെയൊക്കെ നോക്കാൻ ആളെ ഏൽപ്പിക്കുക, പെരിയിൽ ആളില്ലെങ്കിൽ അതിനുള്ള പരിഹാരം ഉണ്ടാക്കുക, അങ്ങനെയൊക്കെ വസിയത്ത് ചെയ്ത് കാര്യങ്ങൾ ഏൽപ്പിക്കുക. അങ്ങനെ വസിയത്ത് ചെയ്യാനുള്ള കാരണം പറഞ്ഞാല്, പഴയ കാലത്തൊക്കെ മൗലിദ് ഹജ്ജിനും ഉംറക്കൊക്കെ പോകുമ്പോ കപ്പലിലല്ലേ പോയിനെ അല്ലേ? അപ്പൊ കപ്പലിൽ പറഞ്ഞിട്ട് തിരിച്ചു വരാൻ സാധ്യത ഇല്ലാന്നുള്ള ആൾക്കാരെ പോകും. അപ്പൊ അടിയന്തരം കൂടെ കഴിച്ചിട്ടാ പോയിരുന്നത് നമ്മള് വലിയമാരൊക്കെ പറയുന്നേക്കാം. എന്ന മാതിരി ഇതൊക്കെ റെഡിയായിട്ട് വേണം പോകാൻ. അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് വസിയത്ത് ചെയ്യുക. കഴിഞ്ഞിട്ടോ പേണ്ണായി ഞാൻ പറഞ്ഞ ഇനി എളുപ്പം കഴിയുന്നതാണ്. അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നല്ല ഒരു ദിവസം നല്ല സമയത്ത് നല്ല രൂപത്തിൽ യാത്ര പുറപ്പെടും. നല്ല ദിവസം നല്ല സമയത്ത് നല്ല രൂപത്തിൽ യാത്ര പുറപ്പെടും. അല്ലാഹു അങ്ങനെ യാത്ര പുറപ്പെടാൻ പറ്റും. നമുക്ക് യാത്ര പുറപ്പെട്ടത് മുതൽ ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം, വേഗം തീർക്കാണ്ട്. യാത്ര പുറപ്പെട്ടത് മുതൽ ഉംറ കഴിയുന്ന വരെയുള്ള കാര്യങ്ങളാണ് സിമ്പിൾ ആയിട്ടൊന്ന് പറയുന്നത്. നമ്മൾ ഇൻഷാല്ലാ 27-ാം തീയതി ഇൻഷാല്ലാ നമ്മൾ യാത്ര പുറപ്പെടുക. വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ എവിടെ എത്തുക? വ്യാഴാഴ്ച ദിവസമാണ് എവിടെ എത്തുക? കാബത്തിന്റെ എത്തുക. അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ എത്തുന്നത് നല്ലൊരു ദിവസമാണ്. തിങ്കളും വ്യാഴൊക്കെ നല്ല സമയത്ത് അവിടെ എത്തുക എന്നുള്ളത് നല്ല ഒരു ദിവസത്തിലാണ് എത്തുന്നത്. അപ്പൊ അതിനനുസരിച്ച് പുറപ്പെടുന്നത് ചിലപ്പോൾ എന്താക്കാൻ പറ്റൂല, വ്യാഴാഴ്ച ആക്കാൻ പറ്റില്ല. പുറപ്പെടൽ നേരത്തെ ബുധനാഴ്ച വരുന്നുണ്ട്. അപ്പൊ 6:55 പറഞ്ഞ സമയം. 7 മണിക്ക് നമ്മളെവിടെ? 7 മണിക്ക് നമ്മളെവിടെ? 7 മണിക്ക് വിമാനത്തിലെത്തി പോയിട്ടുണ്ടാവും. 7 മണിക്ക് നമ്മൾ കയറി പോയി. അപ്പൊ ഇവിടുന്ന് നമ്മള് 7 മണിക്ക് ഒരു ബസ് ഉണ്ട്, 6:50 ഇറങ്ങിയാൽ മതിയില്ലേ? മതി. ഇതിനോ പോരാ. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാ, മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവിടെ ഒന്നും നിങ്ങൾ എന്ത് ചെയ്യരുത്. എന്റെ ഗൾഫിത്തെ മകൻ എങ്ങനെയാ പറഞ്ഞത്, മറ്റേ മകൻ അങ്ങനെ മതി. ക്ലാസ് ശരിക്കും ശ്രദ്ധിച്ചോളൂ. നമ്മൾ ഏറ്റവും കൂടുതൽ തമ്മിൽ
അത്ര നേരത്തെ ഒന്നും പോകണ്ട, ഒരു 3 മണിക്കൂർ മുമ്പ്, 2.5 മണിക്കൂർ, 2 മണിക്കൂറൊക്കെ മുമ്പ്. ഒരു ഗൾഫിക്ക് ഒരാൾ പോകുമ്പോഴുള്ള സംഭവം പറയുന്നത് കേട്ട് നിങ്ങൾ കൂട്ടിയിരുന്നാൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ കുറെ അനുഭവം ഉണ്ടായിരുന്നു. ഒരാൾ കാത്തുനിന്ന് അപ്പൊ മകൻ പറഞ്ഞോട്ടിരിക്കുകയാണത് 2 മണിക്കൂറൊക്കെ മുമ്പ്. അങ്ങനെയല്ല, 3.5 മണിക്കൂർ മുമ്പ് കൗണ്ടർ ഓപ്പൺ ആക്കുന്നു. 3.5 മണിക്കൂർ മുമ്പ് കൗണ്ടർ ഓപ്പൺ ആക്കണമെങ്കിൽ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയാൽ നമ്മൾ 50 ആളുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ മിനിറ്റ് ആണെങ്കിൽ എത്ര സമയങ്ങൾ അയച്ചു അല്ലേ? ഓരോ ആളുകൾക്ക് ഓരോ മിനിറ്റ് ആണെങ്കിൽ 50 ആൾക്ക് 1 മണിക്കൂറോളായില്ലേ? ഇതൊക്കെ എമിഗ്രേഷന്റെ അവിടെ ബോഡി പാസ് എടുക്കുന്നിടത്തും ലഗേജ് വെക്കുന്നിടത്തും ഒക്കെ 1 മിനിറ്റോ 2 മിനിറ്റോ ഒന്നും പോരാ. അപ്പൊ സമയം 3 മണിക്കൂർ പെട്ടെന്ന് കഴിയുന്നത് അറിയില്ല. ഇതിനിടയ്ക്ക് നമുക്ക് ഇഹ്റാമിന്റെ സംസ്കാരം വേണം, മഗ്‌രിബിന്റെ സമയം അത് വേണം, അസ്ർ നിസ്കരിച്ചിട്ട് ഇതൊക്കെ കഴിയണ്ടേ? എന്നിട്ട് ഇജ്തിഹാദ് ചെയ്തിട്ട് എന്റെ കുട്ടി പറഞ്ഞു 2 മണിക്കൂറും അത് ചെയ്യരുത്. ഇവിടെ നമ്മള് ബസ്സിന് കൈയാട്ടിട്ട് 10 മിനിറ്റും പോണ വരില്ല. 3.5 മണിക്കൂർ മുമ്പ് 4 മണിക്കൂർ മുമ്പ് നമ്മൾ അവിടെ എത്താറുണ്ട്. ഉസ്താദ് 2:30 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2:30 മണിക്ക് നമ്മൾ അവിടെ എത്താം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവിടെ ടൈമായ പ്ലെയിന് പോകും. ഞങ്ങൾ 3 മണിക്കൂർ മുമ്പ് ഉള്ളിൽ കയറുകയും ചെയ്യും. അപ്പൊ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞാൽ സമയം ആ ഭാഗത്തുള്ള ഇനി കണ്ടിറങ്ങുക. ഇവിടുന്ന് അങ്ങോട്ടുള്ളവരൊക്കെ ഒരു 1.5 മണി 2:30 മണിക്ക് എത്തുക എന്ന് പറഞ്ഞാൽ 1 മണിക്ക് ശേഷം ഡോറൊക്കെ വെച്ചിട്ട് സ്കെച്ച് വേഗം ഇറങ്ങിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അല്ലാത്ത ആളുകളൊക്കെ ശ്രദ്ധിച്ചു പോരുത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂട്ടത്തിൽ പാലക്കാട്ടുകാരുണ്ട്. ഒരു നേരത്തെ തന്നെ അവിടെ വന്ന് നിൽക്കിടും. രാവിലെ പോകാനുള്ളത് ഒരു സുബഹിന്റെ ഒരു 2 മണിക്കൂർ മുമ്പ്, ഞങ്ങൾ എത്തുന്നതിന് 2 മണിക്കൂർ മുമ്പ്. കാരണം അവർക്ക് അങ്ങനെ ബസ്സുള്ളവർ അങ്ങനെ പോകും. അത് നമ്മൾ ശ്രദ്ധിക്കുക. കാര്യങ്ങളൊക്കെ ഓർഡർ നല്ല രൂപത്തിൽ ഇറങ്ങാൻ മനസ്സിലായോ? നല്ല രൂപത്തിൽ ഇറങ്ങാൻ മനസ്സിലായോ? എന്ത് ചെയ്യണം? പെരീന്ന് നമ്മള് ഉംറയുടെ ഭാഗമായിട്ട് 3 കാര്യങ്ങൾ ചെയ്യണം. കാരണം 1, താടി, മുടി, ശരീരത്തിലുള്ള നജസ്സുകൾ ഒക്കെ വെട്ടയൊക്കെ വൃത്തിയാക്കി ശരിയാകുക എന്നുള്ളതാണ്, ഒരുങ്ങുക എന്നുള്ളതാണ്. എപ്പോ ചെയ്യണം? ഇറങ്ങണീന്റെ മുമ്പ്, കുളിക്കണീന്റെ മുമ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ മുടിയൊക്കെ വെട്ടി താടിയൊക്കെ റെഡിയാക്കി ബാക്കി ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട രോമങ്ങൾ അങ്ങനെയൊക്കെ നീക്കം ചെയ്ത് ക്ലിയറായി ഒരുങ്ങി വൃത്തിയാകുക. അപ്പൊ ശരീരത്തിൽ നജസ് ഉണ്ട്, ഒരു നല്ല കുളി. മയ്യത്ത് കുളിപ്പിക്കുകയാണെങ്കിൽ മയ്യത്തിന്റെ നഖത്തിന്റെ അടിയിൽ ചളി ഉണ്ടെങ്കിൽ അത് കുത്തിയെടുക്കാൻ ഈർക്കിളി കൊണ്ട് അത് കുത്തിയെടുത്ത് വൃത്തിയാക്കിയിട്ടാണ് പിന്നെ മയ്യത്തിനെ കുളിപ്പിക്കുക അല്ലെ? എന്നാൽ ഒരു 2 വസ്ത്രം 3 വസ്ത്രമാണ് മയ്യത്തിന്, നമുക്ക് 2 വസ്ത്രം ധരിക്കാൻ വേണ്ടി നമ്മൾ പോവുകയാണ്. അതിനാണ് ഇഹ്റാം. ഇഹ്റാമിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. അതിന്റെ മുമ്പ് 3 സുന്നത്തുകൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഒന്ന് വൃത്തിയാകുന്നു ഇതുപോലെ. അപ്പൊ താടി കൂടിയൊക്കെ വെട്ടലും വൃത്തിയാക്കലൊക്കെ ചെയ്യുമ്പോ നിങ്ങളെ നിയ്യത്ത് എന്താണ്? ഇഹ്റാമിന്റെ സുന്നത്ത് നഖം വെട്ടണം. എന്താ നിയ്യത്ത്? ഇഹ്റാമിന്റെ സുന്നത്ത്. തലി എണ്ണ തേച്ച് കുളിക്കാൻ നിൽക്കുകയാണ്. അതിന്റെ മുമ്പ് മുടി താടിയൊക്കെ വെട്ടി വൃത്തിയാക്കുകയാണ്, മുടി വെട്ടുകയാണ്. എന്താ നമ്മുടെ നിയ്യത്ത്? ഉംറയുടെ സുന്നത്ത്. അപ്പൊ ഇഹ്റാമിന്റെ സുന്നത്ത് ഉംറയുടെ സുന്നത്ത് എന്ന നിലക്കാണ് ചെയ്യേണ്ടത്. താടി പലപ്പോഴും നമ്മൾ വെട്ടിയിട്ടുണ്ടാവും, മുടി നഖമൊക്കെ പലപ്പോഴും വെട്ടിയിട്ടുണ്ടാവും. അതല്ല, ഇതൊരു ആരാധനയാണ് എന്ന നിലക്ക് ചെയ്താലേ ആ കൂലി കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? നന്നായി കുളിക്കുക. കുളിക്കുമ്പോ നീയത്ത് ഇഹ്റാമിന്റെ സുന്നത്തായ കുളിക്കുന്നു വിചാരിച്ച് നിങ്ങൾ പെരീന്ന് നീയത്ത് വെച്ച് കുളിക്കുക. 2. മൂന്നാമത്തെ ഒരു കാര്യം ആണ് ശ്രദ്ധിക്കേണ്ടത്, പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൈലാഞ്ചി ഇടുക എന്നുള്ളതാണ്. ആര്? ആണുങ്ങളോ? പെണ്ണുങ്ങൾ മൈലാഞ്ചി ഇടല് സുന്നത്താണ്. പെരുന്നാൾക്കും ഉംറക്കും ഉള്ള സുന്നത്താണ്. അത് കളയണ്ട. ഞാനൊരു ക്ലാസ്സിൽ നമ്മളെ 60 വയസ്സായ മൊഴിയാണ്, ഇനി എന്ത് മൈലാഞ്ചിയാ? അങ്ങനെ ജിത്തിയാതിരിക്കരുത്. ഒരു സുന്നത്ത് റസൂലുള്ള പറഞ്ഞ അല്ലാഹ് പറഞ്ഞാല് നമ്മളെ കേട്ടോളണം. ഇപ്പൊ നമ്മളൊരിക്കലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തിന്റെ ഭാര്യക്കുള്ള ടൈം ഞങ്ങൾ ഒന്നിച്ചു പോകണം. അവിടെ ഇഹ്റാം ചെയ്യുമ്പോ ശ്രദ്ധിക്കേണ്ടത്, നമ്മള് തുന്നിയ വസ്ത്രങ്ങൾ, തുന്നിയ വസ്ത്രങ്ങളൊക്കെ മാറ്റണം. എന്ന് പറഞ്ഞാൽ തല മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇങ്ങനത്തെ വസ്ത്രമൊന്നും പാടില്ല. ഒരു തുണി എടുക്കുക, ഒരു തുണി പൊതുക്കുക എന്നുള്ളതാണ്. പെണ്ണുങ്ങളാവുമ്പോ മുഖം എന്ത് ചെയ്യണം? മറക്കരുത്, കൈ മറക്കരുത് എന്നാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ആയക്കൂടാണ് മരുതലായിട്ടൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു താത്തുണ്ട്. അപ്പൊ ഇത്ര മുഖം ഇങ്ങനെ മറച്ചു നിൽക്കുന്നുണ്ട്. നിങ്ങള് ഇഹ്റാം ചെയ്യണില്ലേ ചോദിച്ചു. ആണ്ട് ഇഹ്റാം ചെയ്യാം. അത് മാറ്റി ഉസ്താദേ, ഞാൻ എന്റെ അയലോക്കത്തേക്ക് പോകുമ്പോ വരെ എന്റെ മുഖം ആണിന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടില്ല. പിന്നെന്താ കാട്ടങ്ങൾ? അള്ളാഹും റസൂലും പറയുന്നതാണ് മുഖം മറക്കാതെ, മുഖം മറച്ച് ഇത് ഒഴിവാക്കിയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? ഇഹ്റാം ചെയ്യേണ്ടത്. താത്ത പറയാൻ അയലോക്കത്തേക്ക് പോകുമ്പോഴും കൂടി ഇത് മറച്ചിട്ടേ പോകും, ഞാൻ അയച്ചൂല, കാര്യങ്ങൾ തിരിച്ചു കൊടുക്കാറ്.
അള്ളാഹിനേക്കാളും റസൂലിനേക്കാളും വലിയ ആൾക്കാരാണ് നമ്മള്. ഓര് പറഞ്ഞ നിയമം നമ്മള് പാലിച്ചാൽ മതി. ഓര് പറഞ്ഞല്ലത് നമ്മളതാണ് അയച്ചേക്കുക. ഞാനേ എന്റെ പള്ളിക്കത്തെ കാതിയരാണ്, 8 കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉദ്ദേശിച്ച തരീക്കത്ത് അയച്ചാല് ഞാൻ അയച്ചൂല എന്ന് പറഞ്ഞാ എന്താ പേര് പറയാ. അത് കാതിയരാണെങ്കിലും മൂലരാണെങ്കിൽ തല തുറന്നിടണം. അതിന്റെ നിയമാണ്. കഴമ്പത്തിനൊക്കെ പോകുമ്പോ നമ്മുടെ തല തുറന്ന് കാണിക്കണം, തല മറക്കരുത്. അത് സ്വീകരിക്കുക. അവിടെ കാതിയരാണെന്നും കാര്യമില്ല. അപ്പൊ അത് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? ഇവിടുന്ന് കുളിക്കുകയാണ്. കുളിക്കുമ്പോൾ ഇഹ്റാമിന്റെ നിയ്യത്ത് വെച്ച് നമ്മൾ കുളിക്കുകയാണ്. അൽഹംദുലില്ലാഹ് കുളി കഴിഞ്ഞു. എന്താ പരിപാടി? കയ്യിൽ മൈലാഞ്ചിടാണ്. അവിടെ എല്ലാവരും കുളി, വയസ്സായാലും അല്ലാത്തവരൊക്കെ ഉംറക്ക് അങ്ങനെ സുന്നത്തുള്ളത് കൊണ്ട് നമുക്ക് ചെയ്യാം. എന്താ പറഞ്ഞത്? നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലൊരു അത്തർ കുപ്പി, സുഗന്ധ ദ്രവ്യത്തിന്റെ ഒരു കുപ്പി നേരത്തെ വാങ്ങിയത്. അത് എവിടെ പോയിട്ടണം? ശരീരത്തിൽ. ഡ്രസ് നമ്മള് തുണിയാണെങ്കിലും കുപ്പായാണെങ്കിലും ഇതൊന്നും വാങ്ങാൻ പാടില്ല. അതെ, അത് ഉംറക്ക് ഒരുങ്ങ. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഒരു ടാഗ് തരും. ഈ ടാഗ് ഒരു കാരണവശാലും കളയാൻ പാടില്ല. കഴിഞ്ഞ ഉംറ യാത്രയിൽ ഒരു ഉംറ കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ടാഗുകൾ എടുക്കണം. എന്താ വെച്ചാൽ